പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുന്നമംഗലം കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. സോനൽ കൃഷ്ണ ചേരുന്നു. സോനൽ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, 750 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ACP സുദർശനന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഏറെ വിവാദമുണ്ടായ ഒരു കേസായിരുന്നു ഇത്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ആ വേദന പേറി ഒരു യുവതി ഏകദേശം 5 വർഷത്തോളം നടക്കുന്നതിന് ശേഷമാണ് അത് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഇത്തരത്തിൽ മെഡിക്കൽ ലോകത്തെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. അതിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കേസിൽ 60 സാക്ഷികളും 40 പ്രതികളുമാണ് ഉള്ളതെന്നാണ് ഈ കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പ്രധാനമായും 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രധാനമായി പ്രതികളായി വന്നിരിക്കുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കുന്നമംഗലം കോടതിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഹർഷിന വലിയ തരത്തിലുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഹർഷിനയെ തടയുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. ആരോഗ്യമന്ത്രി അടക്കം കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും യാതൊരു രീതിയിലുള്ള നീതിയും ഉറപ്പാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടത്തിനൊടുവിലാണ് ഹർഷിന ഈ ഒരു നീതിയിലേക്ക് എത്തുന്നത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ നടപടികൾ വൈകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു നടപടി വരുന്നത്. അതായത് ഈ ചികിത്സാ പിഴവ് വരുത്തിയ സംഘത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി വരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇത്തരത്തിൽ കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. തുടർ നടപടി ഉണ്ടാകുന്നു. അതായത് കൃത്യമായി ഇത്തരത്തിൽ സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കാരണം നിരന്തരം ഹർഷിനയുടെ കൂടെയാണ് തങ്ങൾ ഉള്ളത് എന്ന് സർക്കാരും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തനിക്ക് നീതി ലഭിക്കുന്നില്ല, ഈ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു ഹർഷിനയുടെ ഒരു പ്രതികരണം. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഈ വിഷയം ചർച്ചയായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇത്തരത്തിൽ സമരം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം വന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഒരു അനുമതി, ഈ നഴ്സുമാരെയും ഡോക്ടർമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു 750 പേജുള്ള കുറ്റപത്രം ഇപ്പോൾ ഈ ഒരു കോടതിയിൽ, കുന്നമംഗലം കോടതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സമർപ്പിക്കുന്നതും. അനിൽ നമ്പ്യാർ. നന്ദി സോണൽ. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ഉൾപ്പെടെയുള്ളവ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.